നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും സമയപരിധി. 3 മാസം കൊണ്ട് തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതി. തമിഴ്നാട് ഗവർണറുടെ കേസിലെ വിധിപ്പകർപ്പ് സുപ്രീം കോടതി വെബ്സൈറ്റിൽ. ബില്ലുകൾ നിരസിക്കാൻ രാഷ്ട്രപതിക്ക് സമ്പൂർണ്ണ അധികാരമില്ലെന്നും കോടതി. വിധി കോടതിയുടെ അധികാരപരിധിക്ക് പുറത്തുള്ള കാര്യമെന്ന് ഗവർണർ രാജേന്ദർ അർലേക്കർ. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയുടെ കൊച്ചി ബന്ധം തേടി NIA. റാണയെ കൊച്ചിയിൽ സഹായിച്ചവരെ കണ്ടെത്താൻ ശ്രമം. വന്നത് ഭീകര സംഘടനകളിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ എന്ന് മൊഴി. മുംബൈക്ക് പുറമെ മറ്റു നഗരങ്ങളിലും ആക്രമണത്തിന് പദ്ധതിയിട്ടു. നയിനാർ നാഗേന്ദ്രൻ ഇനി തമിഴ്നാട്ടിൽ BJPയെ നയിക്കും. അധ്യക്ഷനായി ഇന്ന് പ്രഖ്യാപിക്കും. പുതിയ അധ്യക്ഷനാകുന്നത് AIDMKയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള ചൈനയുടെ പുതുക്കിയ തീരുവ ഇന്ന് മുതൽ. പകരച്ചുങ്കം ഉയർത്തിയത് 125%. തീരുവ യുദ്ധം അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തൽ. വഖഫ് വിവാദത്തിൽ KCBC നിലപാട് തള്ളി ലത്തീൻ സഭാ മുഖപത്രം. മുനമ്പം മുൻനിർത്തി ക്രൈസ്തവ മുസ്ലിം സംഘർഷത്തിന് ശ്രമമെന്ന് ജീവനാഥത്തിൽ കുറ്റപ്പെടുത്തൽ. രാഷ്ട്രീയ ലക്ഷ്യം തിരിച്ചറിയണമെന്നും ലേഖനം. മുനമ്പത്ത് വരാനിരിക്കുന്ന കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനും വിമർശനം. വീട്ടുപ്രസവത്തിനെതിരെ ബോധവൽക്കരണ പരിപാടികളുമായി മലപ്പുറം ജില്ലാ ഭരണകൂടം. നേതാക്കളുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും യോഗം വിളിച്ചു. ബുധനാഴ്ച യോഗം വിളിച്ചത് വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ മൗനം പാലിക്കുമ്പോൾ. ജില്ലാ ഭരണകൂടത്തിന് നീക്കം. ന്യൂസ് 18 വാർത്തയെ തുടർന്നു. മുന്നണികളെ വെല്ലുവിളിച്ച് പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായി പട്ടികജാതി വർഗ സംയുക്ത സമിതി. ദളിത് സംഘടനകളുടെ നീക്കം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് പാർട്ടി പ്രഖ്യാപനം മെയ് 3 കോട്ടയത്ത്. വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പരാമർശത്തെ പിന്തുണച്ച മുഖ്യമന്ത്രി. പരാമർശം ഒരു പാർട്ടിയെ ലക്ഷ്യമിട്ട്. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കണമെന്നും വെള്ളാപ്പള്ളിക്ക് ഉപദേശം. പിണറായി വിജയന്റെ നിലപാട് MV ഗോവിന്ദനെയും MA ബേബിയെയും തള്ളുന്നത്. മൂന്നാമതും ഭരണം കിട്ടുമെന്ന് പിണറായിക്ക് വെള്ളാപ്പള്ളിയുടെ പ്രശംസ. മഹാരാജാസ് വിദ്യാർത്ഥി അഭിഭാഷക സംഘർഷത്തിൽ 2 കേസുകൾ കൂടി. കേസെടുത്തത് കണ്ടാലറിയാവുന്ന വിദ്യാർത്ഥികളും അഭിഭാഷകരുമായ 10 പേർക്കെതിരെ. അന്വേഷണം തുടർന്ന് പോലീസ്. തൊടുപുഴ ബിജു വധക്കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പിടിയിലായത് 1-ാം പ്രതി ജോമോന്റെ ബന്ധു എബിൻ. കോട്ടയത്ത് വീടിന് തീവച്ചത് വീട്ടമ്മയെന്ന സംശയത്തിൽ പോലീസ്. കടുംകൈ കാരണം മകളുടെ പ്രണയത്തെ ചൊല്ലിയുള്ള തർക്കം. ഗവർണർക്ക് പുറമെ രാഷ്ട്രപതിക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ചു. രാഷ്ട്രപതിക്ക് വിടുന്ന ബില്ലുകളിൽ 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. തമിഴ്നാട് കേസിന്റെ ഉത്തരവിൽ കോടതി ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. രാഷ്ട്രപതിക്കും സമ്പൂർണ്ണ അധികാരമില്ലെന്നും ഉത്തരവുണ്ട്. അതേസമയം സമയപരിധി നിശ്ചയിക്കുന്നത് അധികാരപരിധിക്ക് പുറത്തുള്ള കാര്യമെന്ന് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പ്രതികരിച്ചു. രാകേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. രാകേഷ്, വളരെ സുപ്രധാനമായ ഒരു വിധിന്യായമാണ്. നേരത്തെ ഗവർണർമാർക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഗവർണർമാരുടെ അധികാരപരിധി എത്രയെന്നുള്ളതിന് കൃത്യമായ നിഷ്കർഷ വെച്ചിരുന്നു സുപ്രീം കോടതി. ഇപ്പോൾ രാഷ്ട്രപതിയിലേക്കും ഇക്കാര്യം പോകുമ്പോൾ അത് വളരെയധികം രാഷ്ട്രീയമായും നിയമപരമായും ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നതിനെതിരെ അതിശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഏപ്രിൽ 8-ന് സുപ്രീം കോടതി വിധി പറഞ്ഞത്. തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിലായിരുന്നു ജസ്റ്റിസ് JD പർഡിവാല, ഒപ്പം തന്നെ R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ ഉത്തരവ്. അതായത് ബില്ലുകൾ തടഞ്ഞു വെക്കുന്ന നടപടി, പ്രത്യേകിച്ച് ബില്ലുകൾ തടഞ്ഞു വെച്ച് അത് രാഷ്ട്രപതിക്ക് അയക്കുന്ന നടപടി ഭരണഘടനാ വിരുദ്ധം എന്നായിരുന്നു ബെഞ്ച് വിധിച്ചിരുന്നത്. അന്ന് പക്ഷേ വിധി പകർപ്പ്, അതിന്റെ പൂർണ്ണ ഉത്തരവ് ലഭ്യമായിരുന്നില്ല. ഇപ്പോൾ ഇന്നലെ രാത്രിയാണ് 415 പേജുള്ള ഉത്തരവ് സുപ്രീം കോടതി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ 415 പേജുള്ള ഉത്തരവിലാണ് രാഷ്ട്രപതിക്കും സമയപരിധി ഉണ്ട് എന്ന് കോടതി വ്യക്തമാക്കുന്നത്. അതായത് 3 മാസ കാലാവധി തന്നെയാണ് രാഷ്ട്രപതിക്ക് ഒരു ബില്ലിൽ തീരുമാനമെടുക്കാനുള്ള സമയപരിധി എന്ന് കോടതി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, അങ്ങനെ പിടിച്ചു വെക്കുകയാണെങ്കിൽ, ബില്ല് 3 മാസത്തിനപ്പുറം പിടിച്ചു വെക്കുകയാണെങ്കിൽ അതെന്താണ് അതിന് കാരണം എന്ന് വിശദീകരിച്ച് സംസ്ഥാന സർക്കാരിനെ അറിയിക്കണം, രേഖാമൂലം അറിയിക്കണം എന്നാണ് ഇപ്പോൾ
കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 201 ബില്ലുകളിലടക്കം തീരുമാനമെടുക്കുന്ന കാര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് അതൊക്കെ കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതാണ്. പക്ഷേ അതിലെവിടെയും ഈ സമയപരിധി സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. പക്ഷേ കോടതി ഇപ്പോൾ ഏതായാലും അക്കാര്യം പറഞ്ഞു വെക്കുന്നു. 3 മാസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, ഇങ്ങനെ തീരുമാനമെടുത്തിരുന്നില്ലെങ്കിൽ ഇടപെടാൻ, അതായത് സംസ്ഥാന സർക്കാരുകൾ സമീപിക്കുകയാണെങ്കിൽ അത് ഇടപെടാൻ കോടതിക്ക് അധികാരമുണ്ട്. ഭരണഘടനാപരമായ പ്രവർത്തനം ന്യായമായ സമയത്തിനുള്ളിൽ നടക്കാത്ത സാഹചര്യം ഉണ്ടായാൽ അതിൽ കോടതിക്ക് ഇടപെടാം എന്നുകൂടി ഈ വിധിന്യായത്തിൽ, വിധി പകർപ്പിൽ ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. തീർച്ചയായും വരും കാലങ്ങളിലടക്കം വലിയ ചലനങ്ങൾ ഉണ്ടാക്കാവുന്ന വിധിയാണിപ്പോൾ ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെ ഏപ്രിൽ 8 പുറപ്പെടുവിച്ച വിധിയിൽ തന്നെ ഗവർണർമാർ 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ അതിന്റെ സമ്പൂർണ്ണ ഉത്തരവ് കൂടി പുറത്തു വരുമ്പോൾ രാഷ്ട്രപതിക്കും അത് ബാധകമാണ് എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണങ്ങളും വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഇന്നൊരു ദേശീയ ദിനപത്രത്തിന് അഭിമുഖം നൽകിയുണ്ടായി. പ്രത്യേകിച്ച് സമയപരിധി അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തോട് ചോദ്യങ്ങളും ഉണ്ടായി. അതിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അധികാര പരിധിക്കപ്പുറമുള്ള കാര്യങ്ങളാണ് സുപ്രീം കോടതി വിധി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം ഭരണഘടനയിൽ എവിടെയും സമയപരിധി, ബില്ലുകളിൽ തീരുമാനമെടുക്കുന്ന സമയപരിധി പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് അധികാര പരിധി ലംഘിച്ചിരിക്കുന്നു എന്ന പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, അദ്ദേഹം പറയുന്ന കാര്യം ഇത് ഭരണഘടനാ ബെഞ്ചിന് വിടും, ഈ കേസ് ഭരണഘടനാ ബെഞ്ചിന് വിടും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് കൂടി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും മറ്റു ഈ 415 പേജുള്ള ഉത്തരവ് ഗവർണർമാരുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർക്കും ഒപ്പം തന്നെ ഹൈക്കോടതികൾക്കും അയച്ചു നൽകണമെന്ന നിർദ്ദേശം കൂടി ഈ ഉത്തരവിൽ കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ കേസുകൾ നിലവിൽ ഗവർണറുമായി തർക്കമുണ്ട്. ആ കേസുകൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. പ്രത്യേകിച്ച് കേരളം ഇതേ ബെഞ്ചിലേക്ക് തന്നെ കേസുകൾ മാറ്റണമെന്ന ആവശ്യം കൂടി ഈ ഘട്ടത്തിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് സാഹചര്യം. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിധിന്യായം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. തമിഴ്നാട് ഗവർണറുമായി ബന്ധപ്പെട്ട കേസിലാണ് സുപ്രധാനമായ ഈ വിധിന്യായം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് സുപ്രീം കോടതിക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിക്കുന്നുണ്ട് ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ. കാലങ്ങളായി തുടരുന്ന സംസ്ഥാന കേന്ദ്ര തർക്കത്തിൽ കൂടി ഒരു ഉത്തരം സുപ്രീം കോടതി പറയുന്നു എന്നുള്ളതാണ് നിർണായകം. മറ്റൊരു വാർത്ത, മുംബൈ ഭീകരാക്രമണത്തിന് സൂത്രധാരൻ തഹാവൂർ റാണയുടെ കേരള ബന്ധം തേടി NIA. റാണയെ സഹായിച്ചവർ ആരൊക്കെ എന്നതിൽ അന്വേഷണം തുടരുകയാണ്. ഭീകരപ്രവർത്തനത്തിന് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനാണ് എത്തിയതെന്ന് റാണ അന്വേഷണ ഏജൻസിക്ക് മൊഴി നൽകി. ആജ്ഞ രവീന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്നു. ആജ്ഞ, നേരത്തെ 2008 തഹാവൂർ റാണ കൊച്ചിയിലെത്തി താമസിച്ചിരുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. റാണയും ഭാര്യയുമാണ് ഇവിടെ എത്തിയിരുന്നത്. നമുക്കറിയാം, മുംബൈയും കൊച്ചിയുമായി ഒരുപാട് സാമ്യങ്ങളുണ്ട് ഈ കടലോര മേഖല എന്നുള്ള രീതിയിലൊക്കെ. എന്തിനാണ് കൊച്ചിയിൽ വന്നത് എന്ന കാര്യത്തിൽ, കേരളത്തിൽ വന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും അജ്ഞത തുടരുകയാണ്. ഈ റാണയെ ചോദ്യം ചെയ്തതിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കുമോ NIA യുടെ പുതിയ നീക്കം? രഞ്ജിത്ത്, 2008 നവംബർ 13-നും 21-നും ഇടയിലാണ് തഹാവൂർ റാണയും ഭാര്യ സാമ്രാസിനൊപ്പമാണ് കൊച്ചിയിലെത്തിയത് എന്നാണ് NIA വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നത്. അങ്ങനെയാണ് അത് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ യുവാക്കളെ ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തഹാവൂർ റാണ ഈ ആഗ്ര, മുംബൈ ഉൾപ്പെടെ കൊച്ചി ഉൾപ്പെടെ നിരവധി നഗരങ്ങളിൽ, ഇന്ത്യയുടെ നിരവധി നഗരങ്ങളിൽ തമ്പടിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് കൊച്ചിയിൽ കൂടി എത്തിയിരുന്നതെന്നാണ് NIA വെളിപ്പെടുത്തുന്നത്. നേരത്തെ തന്നെ മുംബൈ ഭീകരാക്രമണ കേസിലെ അമേരിക്കൻ പൗരനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ ബാല്യകാല സുഹൃത്തു കൂടിയാണ് റാണ എന്നുള്ള കാര്യം അക്കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നതുമാണ്. മാത്രമല്ല, ഹെഡ്ലിയും റാണയും കൂടി ഡെൻമാർക്കിലെ ഒരു പത്രസ്ഥാപനം കൂടി ആക്രമിക്കാൻ പദ്ധതിയിട്ടത് കൂടി ഈ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള കണ്ടെത്തലിന്റെ ഭാഗമായി അത് ആ ആക്രമണം തടയാൻ കൂടി അന്വേഷണ ഏജൻസിക്ക് കഴിഞ്ഞിരുന്നു. ഇങ്ങനത്തെ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇപ്പോൾ റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നൊരു സാഹചര്യത്തിൽ NIA ചോദ്യം ചെയ്യൽ തുടരുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെ ഞാനിരിക്കുന്ന ഈ കൊച്ചിയിൽ വരെ റാണ എത്തിയിട്ടുണ്ട് എന്ന് ലോക്നാഥ് ബെഹ്റ നമ്മളോട് തന്നെ വെളിപ്പെടുത്തിയതുമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ റാണയെ ചോദ്യം ചെയ്താൽ കൂടുതൽ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വ്യക്തതയുണ്ടാക്കും, കൂടുതൽ കാര്യങ്ങളിൽ കൂടുതൽ ആളുകൾ ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടാക്കുമെന്നും ലോക്നാഥ് ബെഹ്റ കഴിഞ്ഞ ദിവസം നമ്മളോട് തന്നെ പറഞ്ഞതാണ്. ഈ ഒരു സാഹചര്യത്തിൽ NIA ഇപ്പോൾ പുറത്തുവിടുന്ന ഈ കൊച്ചിയിലെത്തി എന്നുള്ള ഒരു കാര്യം, അത് പ്രത്യേകിച്ചും മുംബൈ ഭീകരാക്രമണത്തിന് തൊട്ടു മുൻപാണ് 2008 നവംബർ 13-നും 21-നും ഇടയിലുള്ള സമയത്താണ് റാണ കൊച്ചിയിൽ എന്നുള്ള കാര്യം എത്തിയതെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. രഞ്ജിത്ത്.
അതാണ് വിവരം. റാണ കൊച്ചിയിൽ വന്നത് എന്തിന് എന്നുള്ള ചോദ്യം പ്രധാനമാണ്. NIA അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വിവരം. തമിഴ്നാട് BJPയുടെ പുതിയ അധ്യക്ഷനെ ഇന്ന് പ്രഖ്യാപിക്കും. BJP നിയമസഭാ കക്ഷി നേതാവും മുൻ മന്ത്രിയുമായ നൈനാർ നാഗേന്ദ്രനാണ് അധ്യക്ഷനാവുക. ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്ത് എത്തി നൈനാർ ഇന്നലെ നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു. AIDMKയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു നേതാവ് കൂടിയാണ് നൈനാർ നാഗേന്ദ്രൻ. 2017 നൈനാർ നാഗേന്ദ്രൻ BJPയിലേക്ക് ചേരുന്നത്. AIDMKയുടെ മന്ത്രിയും ജയലളിത ഭരിക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി കൂടിയായിരുന്നു നൈനാർ നാഗേന്ദ്രൻ. ജയലളിതയുമായൊക്കെ ഏറെ ബന്ധമുണ്ടായിരുന്നു. അതനുസരിച്ച് നൈനാറിന് BJPയിലേക്ക് എത്തിയതിനു ശേഷവും AIDMK നേതാക്കളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന ചുമത്തിയ പുതിയ തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. അമേരിക്കയുടെ പകരച്ചുങ്കത്തിന് 125% ഉയർത്തിയാണ് ചൈന അതേ നാണയത്തിൽ മറുപടി നൽകിയത്. അതേസമയം ഇപ്പോഴത്തെ വ്യാപാര യുദ്ധം US-ന് കനത്ത തിരിച്ചടിയായേക്കുമെന്നാണ് വിലയിരുത്തൽ. ആണവ കരാർ സംബന്ധിച്ച് US-ഇറാൻ ചർച്ച ഇന്ന് ഒമാൻ തലസ്ഥാനമായ മസ്കത്തിൽ നടക്കും. US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അർച്ചിവിയും തമ്മിലാണ് ചർച്ച. മധ്യസ്ഥനെന്ന നിലയിൽ നിഷ്പക്ഷത പുലർത്തുന്നതിനാണ് ഒമാനിൽ ചർച്ച സംഘടിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൽ സ്വീകരിക്കേണ്ട വഴിയിൽ ആശയവിയോജിപ്പുകൾ ഉണ്ടായിരിക്കുമ്പോഴും മഹാത്മാഗാന്ധിയും ചേറ്റൂർ ശങ്കരൻ നായരും തമ്മിലുണ്ടായിരുന്നത് പരസ്പര ബഹുമാനവും സൗഹൃദവും. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്കേസിൽ ശങ്കരൻ നായരുടെ പങ്കിനെക്കുറിച്ച് പുസ്തകം എഴുതിയ കൊച്ചുമകൻ രഘു പാലാട്ടും ഭാര്യ പുഷ്പ പാലാട്ടും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു. ചേറ്റൂർ ശങ്കരൻ നായർ AICC പ്രസിഡന്റായിരുന്ന ഏക മലയാളി. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെ വിമർശിച്ച് ഗാന്ധി ആൻഡ് അനാർക്കി എന്ന പുസ്തകം എഴുതിയ സ്വാതന്ത്ര്യ സമര സേനാനി. എന്നാൽ ഇരുവരും തമ്മിലുണ്ടായിരുന്നത് പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായ ബന്ധം. ഇത് പറയുന്നത് ചേറ്റൂർ ശങ്കരൻ നായരുടെ നിയമ പോരാട്ടങ്ങളെക്കുറിച്ച് പുസ്തകം എഴുതിയ ചെറുമകൻ രഘു പാലാട്ടും ഭാര്യ പുഷ്പ പാലാട്ടും. മഹാത്മാഗാന്ധി യങ് ഇന്ത്യയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, സർ ശങ്കരൻ നായർ ഹാസ് പുട്ട് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആൻഡ് ദ ബ്രിട്ടീഷ് പീപ്പിൾ ഓൺ ട്രയൽ ആൻഡ് ഫൗണ്ട് ദം വാണ്ടിങ്. ആൻഡ് ഈ മഹാത്മാഗാന്ധി വേറെയും പറഞ്ഞു, സർ ശങ്കരൻ നായർ ഇസ് എ ഗ്രേറ്റ് ഫ്രീഡം ഫൈറ്റർ. ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്, അത് എഴുതിയിട്ടുണ്ട്. യങ് ഇന്ത്യയിൽ വളരെ റെസ്പെക്ട് ഉണ്ടായിരുന്നു, എല്ലാവർക്കും റെസ്പെക്ട് ഉണ്ടായിരുന്നു. ദ ഗ്രേറ്റ് ഫ്രീഡം ഫൈറ്റർ എന്നാണ് ഗാന്ധിജി യങ് ഇന്ത്യയിൽ ചേറ്റൂരിനെ കുറിച്ച് എഴുതിയത്. സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് ആർക്കും നിഷേധിക്കാനാവില്ലെന്നും അദ്ദേഹത്തെ ഓർക്കേണ്ട സമയം ഇനിയും വൈകിട്ടില്ലെന്നും രഘു പാലാട്ടും ഷീല പാലാട്ടും. കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു. ആൻഡ് യെസ് ഹി വാസ് ഫർഗോട്ടൻ മേ ബി, ബട്ട് ഇറ്റ്സ് നെവർ ടു ലേറ്റ്. ഇപ്പം ചെയ്യാലോ, ഇപ്പൊ ഈ മൂവി വന്നപ്പോ ഇത്ര റെക്കഗ്നിഷൻ കിട്ടി. ഇനി BJP കോൺഗ്രസ് ആർക്കും റെക്കഗ്നൈസ് ചെയ്യാം. ഇറ്റ്സ് നെവർ ടു ലേറ്റ്. ഹിസ് കോൺട്രിബ്യൂഷൻ ഈസ് അൺഡിനയബിൾ. ഇറ്റ്സ് അൺഡിനയബിൾ. ഇറ്റ് വാസ് ഫിനോമിനൽ. അക്ഷയ് കുമാറും മാധവനും മുഖ്യവേഷത്തിലെത്തുന്ന കരൺ ജോഹർ ചിത്രം കേസരി ചാപ്റ്റർ 2 റിലീസുമായി ബന്ധപ്പെട്ടാണ് ചേറ്റൂർ ശങ്കരൻ നായർ വീണ്ടും സജീവ ചർച്ചയാവുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്കേസിൽ ബ്രിട്ടീഷ് കോടതിയിൽ ചേറ്റൂർ ശങ്കരൻ നായർ നടത്തിയ നിയമ പോരാട്ടമാണ് സിനിമയുടെ വിഷയം. രഘു പാലാട്ടും ഷീല പാലാട്ടും ചേർന്നെഴുതിയ ദ കേസ് ദാറ്റ് ഷൂക്ക് ദ എംപയർ എന്ന പുസ്തകത്തെ ആധാരമാക്കിയാണ് സിനിമ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വഖഫ് നിയമത്തിൽ KCBC നിലപാട് തള്ളി ലത്തീൻ സഭാ മുഖപത്രം ജീവനാദം. മുനമ്പം ഭൂപ്രശ്നം ക്രൈസ്തവ മുസ്ലിം സാമുദായിക സംഘർഷ വിഷയമാക്കാനാണ് ശ്രമമെന്ന് ജീവനാഥം കുറ്റപ്പെടുത്തുന്നു. രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നവരുടെ ലക്ഷ്യങ്ങൾ തിരിച്ചറിയണമെന്ന് പറയുന്ന ലേഖനത്തിൽ ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജുവിനെയും വിമർശിക്കുന്നുണ്ട്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുനമ്പവുമായി ബന്ധപ്പെട്ട പ്രശ്നം, വഖഫുമായി ബന്ധപ്പെട്ട പ്രശ്നമൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ വിമർശനം, ജീവനാഥത്തിന്റെ ഈ വിമർശനം ഏറെ ശ്രദ്ധേയമാണ്. KCBCയിൽ നിന്ന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന പശ്ചാത്തലമുണ്ട്. എങ്ങനെ കാണണം ഇതിനെ? ഇതിൽ ജീവനാഥം ലത്തീൻ സഭയുടെ ഒരു മുഖപത്രമാണ്. ഇതിൽ പ്രധാനമായും പറയുന്നത് മുനമ്പം ഭൂപ്രശ്നം ക്രൈസ്തവ മുസ്ലിം സാമുദായിക സംഘർഷമാക്കി തീർക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. വിദ്വേഷ പ്രചാരണം കൊഴുപ്പിച്ച രാഷ്ട്രീയ മുതലെടുപ്പിന്
ശ്രമിക്കുന്നവരുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ തിരിച്ചറിയണമെന്നാണ് ജീവനാഥം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ നിയമ ഭേദഗതി വർഗീയ ധ്രുവീകരണത്തിനും രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്കും ഇപ്പോഴും തന്നെ അത് വഴി തുറക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥ ഭൂമി ഉടമകളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നതാണ് അതിലൊരു കാതലായ വിഷയമെന്ന് ചൂണ്ടിക്കാട്ടുന്നു. രേഖകളില്ലാത്ത കയ്യേറ്റക്കാരുണ്ടെങ്കിൽ ആ ഒരു കാര്യം അത് സംസ്ഥാന സർക്കാരാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഈ തീരദേശത്തും ഒരു വിദ്വേഷ കൊടി പാറിക്കാനാണ് അത് മുനമ്പം ആയുധമാക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. JPC റിപ്പോർട്ടിൽ ഒരിടത്തും മുനമ്പം പരാമർശിക്കപ്പെട്ടിരുന്നില്ല. മുൻകാല പ്രാബല്യമില്ലെന്ന് അമിത്ഷായും കിരൺ റിജിജുവും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടെന്ന് ജീവനാഥം അടിവരയിടുന്നുണ്ട്. അതായത് ഇതിൽ അത്ര കണ്ട് ആഹ്ലാദിക്കേണ്ടതൊന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് ജീവനാഥം കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. കാരണം ഇത് ഇനിയും സാങ്കേതിക പ്രശ്നങ്ങളുണ്ടാകാം, മുനമ്പം വിഷയങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നൊരു ധ്വനി ഈ വാക്കുകളിലേക്ക് വരുമ്പോഴെല്ലാം തന്നെ വരുന്നുണ്ട്. ഒപ്പം ഈ മുനമ്പത്തിന് സഹായകരമാവുന്ന വ്യവസ്ഥ ഏതെന്ന് ഹൈബി ഈഡൻ പാർലമെന്റിൽ ചോദിച്ചെങ്കിലും അതിന് മറുപടി ലഭിച്ചില്ല എന്നത് ഇവർ ഈ മുഖപ്രസംഗത്തിൽ എടുത്തു പറയുന്നുണ്ട്. മന്ത്രി ജോർജ് കുര്യനെങ്കിലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതായിരുന്നു എന്ന രീതിയിലാണ് ഈ ജീവനാഥം ഇക്കാര്യങ്ങൾ പരാമർശിച്ചു പോകുന്നു. അതോടൊപ്പം തന്നെ കിരൺ റിജുവിനെതിരെയുമുള്ള ഒരു വിമർശനം അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ബുദ്ധമതക്കാരനായ കിരൺ റിജുവിന് സ്വന്തം ന്യൂനപക്ഷ സമുദായത്തിന്റെ കാര്യത്തിൽ യാതൊരു വേവലാതിയുമില്ല എന്നാണ് ഒരു വിമർശനം ഇതിൽ പറയുന്നത്. മുനമ്പം ജനതയെ കുടിയിറക്കരുതെന്ന് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിലെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മുസ്ലിം വിഭാഗത്തിന്റെ കാര്യത്തിൽ ഒരു ബില്ല് അവതരിപ്പിക്കാൻ ഒരു മുസ്ലിം MPയോ മന്ത്രിയോ പോലും ഉണ്ടായില്ല എന്ന രീതിയിലാണ് ജീവനാഥത്തിന്റെ ഒരു വിമർശനം പൊതുവായിട്ട് തന്നെയും വരുന്നത്. അതായത് ലത്തീൻ സഭ അവരുടെ മുഖപത്രത്തിൽ തന്നെ വിശേഷിപ്പിക്കുന്നത് ഇപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല പൂർണ്ണമായും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മറിച്ച് ഈ ഒരു ബില്ല് അതിന്റെ ഒരു ഭേദഗതിയിലൂടെ ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ട്. അത് കൃത്യമായും സമുദായങ്ങളെ വിഘടിപ്പിക്കുക, അതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുക എന്ന രീതിയിലാണ് ഈ വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന രീതിയിലാണ് ജീവനാഥത്തിന്റെ മുഖപ്രസംഗം വരുന്നത്. ഈ ലക്കത്തിലെ ജീവനാഥത്തിലാണ് ഈ രീതിയിൽ ഒരു മുഖപ്രസംഗമുള്ളത്. കഴിഞ്ഞ നാളിത്രയായിട്ടും ഇങ്ങനെയൊരു വിമർശനത്തിലേക്ക് ലത്തീൻ സഭ കടന്നു വന്നിട്ടുണ്ടായിട്ടില്ല. ഇപ്പോൾ ഭേദഗതി ബിൽ അടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ ഇതൊരു വലിയ രാഷ്ട്രീയ വിജയമായി BJP ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ ഒരു അവസ്ഥ, ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ലത്തീൻ സഭയുടെ മുഖപത്രമായ ജീവനാഥത്തിൽ ഈ രീതിയിൽ ഇതിനെ കാഴ്ചപ്പാടുകളോടെ ഇതിൽ വിമർശനത്തോടുകൂടി ഇപ്പോൾ എഡിറ്റോറിയൽ വന്നിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും ജീവനാഥത്തിന്റെ വിമർശനം ഇതുവരെ വന്ന ക്രൈസ്തവ സഭകളുടെ പല നിലപാടിൽ നിന്നും വിരുദ്ധമായി തന്നെയാണെന്ന് സംശയമില്ല. അത് ഇനിയുള്ള സമയത്ത് എങ്ങനെ പ്രതിഫലിക്കുമെന്നതും കാത്തിരുന്ന് കാണണം. മുനമ്പം ഭൂമി കേസിൽ നിർണായക വഴിത്തിരിവ്. 1954 വഖഫ് ആക്ട് നിലവിൽ വന്ന ശേഷം ഫാറൂഖ് കോളേജ് ഉടമസ്ഥതയിലുള്ള ഭൂമി വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തി. വിൽപ്പന വിലയ്ക്ക് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത ഭൂമിക്കല്ലേ എന്നും ട്രിബ്യൂണൽ ചോദിച്ചു. 1923 മുസൽമാൻ വഖഫ് ആക്ടിന് ശേഷം വഖഫ് ഭൂമിയുടെ നിർവചനങ്ങൾ, ക്രയവിക്രയങ്ങൾ എന്നിവയിൽ നിർണായകമായ ചട്ടങ്ങൾ നിലവിൽ വന്നത് 1953 വഖഫ് ആക്ട് പ്രകാരമാണ്. നിയമം നിലവിൽ വന്ന് 3 മാസത്തിനുള്ളിൽ വഖഫ് ഭൂമികൾ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു ചട്ടം. എന്നാൽ മുനമ്പം ഭൂമി ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് വഖഫ് ബോർഡ് ട്രൈബ്യൂണലിനെ അറിയിച്ചു. ഭൂമി വിൽപ്പനകൾ കഴിഞ്ഞ ശേഷം 2019 ഭൂമി വഖഫ് രജിസ്റ്ററിൽ ചേർത്ത് ഏറ്റെടുത്തത്. വഖഫ് രജിസ്റ്ററിൽ ചേർക്കും മുമ്പ് നടത്തിയ ഭൂമി വിൽപ്പന 1954 നിയമപ്രകാരം സാധുവല്ലേ എന്ന് ട്രൈബ്യൂണൽ ചോദിച്ചു. ഇക്കാര്യത്തിൽ വഖഫ് ബോർഡും കക്ഷികളും വാദങ്ങൾ നൽകാൻ ട്രൈബ്യൂണൽ ആവശ്യപ്പെട്ടു. 1988, 1990 വർഷങ്ങളിലായി 220 പേർക്ക് ഭൂമി വിറ്റിട്ടുണ്ടെന്ന് ഫറൂഖ് കോളേജ് വഖഫ് ട്രൈബ്യൂണലിനെ അറിയിച്ചു. ഇതിൽ കൂടുതൽ കൈവശക്കാർ ഭൂമിയുടെ അവകാശവുമായി മുന്നോട്ട് വരുന്നതിനെ കുറിച്ച് കോളേജിന് വ്യക്തതയില്ല. ഭൂമിയുടെ മറിച്ചു വിൽപ്പനയും കയ്യേറ്റങ്ങളും നടന്നിരിക്കാമെന്നും അസോസിയേഷൻ ട്രൈബ്യൂണലിനെ അറിയിച്ചു. അവധിക്ക് ശേഷം ഇനി 21-നാണ് കേസ് പരിഗണിക്കുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ജാതിമത ഭേദമന്യേ മതേതര വിശ്വാസികളെ അണിനിരത്തി പ്രതിഷേധ റാലി നടത്തി. ചേന്ദമംഗലൂർ മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ റാലി അബൂബക്കർ ഫൈസി മലയമ്മ ഉദ്ഘാടനം ചെയ്തു. ചേന്ദമംഗലൂർ പ്രദേശത്തെ 12 പള്ളി കമ്മിറ്റികളുടെ ഐക്യവേദിയായ മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയായി പ്രതിഷേധ റാലി നടത്തിയത്. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം നടന്ന പ്രതിഷേധ റാലിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും മറ്റ് പൗരപ്രമുഖരും അണിനിരന്നു.
പൊറ്റശ്ശേരി, വെസ്റ്റ് ചേന്നമംഗല്ലൂർ, നോർത്ത് ചേന്നമംഗല്ലൂർ, പുൽപ്പറമ്പ്, ഈസ്റ്റ് ചേന്നമംഗല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നും പുറപ്പെട്ട വിവിധ റാലികൾ ചേന്നമംഗല്ലൂർ BP മൊയ്തീൻ സ്ക്വയറിൽ സംഗമിച്ചു. തുടർന്ന് നടന്ന സമാപന പരിപാടി അബൂബക്കർ ഫൈസി മലയമ്മ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിൽ വഖഫ് ബില്ല് പാസായെങ്കിലും ബില്ലിനെ കുറിച്ച് ലോക്സഭയിലും രാജ്യസഭയിലും നടന്ന ചർച്ചകൾ പ്രതീക്ഷ നൽകുന്നതാണെന്ന് അബൂബക്കർ ഫൈസി മലയമ്മ പറഞ്ഞു. മതമുള്ളവർക്കത് പറയാൻ, മതരഹിതർക്കും മതസഹിതർക്കും അവരുടെ ആശയങ്ങളെ പറയാനും പ്രചരിപ്പിക്കാനും ജീവിക്കാനും ആചരിക്കാനും മൗലികമായി അവകാശമുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്നാൽ സംഘപരിവാർ അധികാരത്തിൽ വന്ന് ക്രമേണ പലപ്പോഴും വിശിഷ്യ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെയും മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും അവകാശങ്ങളെയും അവരുടെ പൗരത്വത്തെ പോലും നിഷേധിച്ചും തട്ടിയെടുത്തുമുള്ള അതിഭീകരമായ നിയമനിർമ്മാണങ്ങളുമായിട്ടാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. ചടങ്ങിൽ ഒതേമംഗലം മസ്ജിദ് വൈസ് പ്രസിഡന്റ് സുബൈർ കൊടപ്പന, കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ സാലിക് എന്നിവർ സംസാരിച്ചു. ന്യൂസ് 18 ചേന്നമംഗല്ലൂർ. ന്യൂനപക്ഷ അവകാശം ഹനിക്കുന്ന വിവാദ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ CPI ഇന്ന് ദേശവ്യാപക പ്രതിഷേധ ദിനം ആചരിക്കും. ഭേദഗതി നിയമത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ സംയുക്ത പാർലമെന്ററി സമിതി അംഗങ്ങളുടെ അഭിപ്രായം മുഖവിലക്കെടുക്കാതെ നിയമം പാസാക്കിയത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് CPIയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. പശ്ചിമ ബംഗാളിൽ വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധം അക്രമാസക്തം. മുർഷിദാബാദിൽ പ്രതിഷേധക്കാർ വാഹനങ്ങൾ കത്തിച്ചു. തൃണമൂൽ കോൺഗ്രസ് MP ഖലീലൂർ റഹ്മാന്റെ ഓഫീസിന് നേരെയും ആക്രമണമുണ്ടായി. രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മുസ്ലിം സംഘടനകളുടെ പ്രതിഷേധമുണ്ട്. ഇപ്പോൾ ബംഗാളിൽ കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പിച്ചിരിക്കുകയാണോ? രഞ്ജിത്ത്, വഖഫ് നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം നടക്കുന്നുണ്ട്. ബംഗാളിലും നടക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബംഗാളിലും സമാനമായ രീതിയിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. 8-ാം തീയതി സമരക്കാർ ട്രെയിൻ തടഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ ഈ പ്രതിഷേധം അക്രമാസക്തമാവുകയായിരുന്നു. അതായത് മുർഷിദാബാദ് ജില്ലയിലെ ജംഗിപൂരിലാണ് ഈ സമരം അക്രമാസക്തമായിരിക്കുന്നത്. അവിടെ പോലീസ് വാഹനങ്ങൾക്ക് തീയിട്ടു. ഒപ്പം തന്നെ മറ്റു വാഹനങ്ങൾ പ്രതിഷേധക്കാർ തല്ലി തകർത്തു. അതിനുശേഷം റെയിൽവേ സ്റ്റേഷൻ ആക്രമിക്കുകയുണ്ടായി. അവിടെ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞു. ഇതേ തുടർന്ന് ഇപ്പോൾ 2 ട്രെയിനുകൾ ഇന്നലെ വഴിതിരിച്ചു വിട്ടു. ചില ട്രെയിനുകൾ അവിടെ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിലവിൽ നിയന്ത്രണ വിധേയമാണ് സാഹചര്യമെന്ന് പോലീസ് പറയുമ്പോൾ പോലും ഇന്ന് രാവിലെ പോലും ഈ മേഖലയിൽ വീണ്ടും സംഘർഷം ഉടലെടുക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ നിലവിൽ അവിടെ BSFനെ വിന്യസിച്ചിട്ടുണ്ട്. അതാണ് നിലവിൽ മുർഷിദാബാദിലെ സാഹചര്യം. പ്രത്യേകിച്ച് ഈ സംഘർഷം കനക്കുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇന്നലെ സ്ത്രീകൾക്കെതിരെ അടക്കമുള്ളവർ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. ഈ സംഘർഷം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ ഗവർണർ CV ആനന്ദ് ബോസ് മുഖ്യമന്ത്രിയുമായി ടെലിഫോണിൽ ചർച്ച നടത്തി. മാത്രവുമല്ല, ഇത്തരം ആക്രമണം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഗവർണറുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നിട്ടുണ്ട്. ഏതായാലും പോലീസ് അടക്കം ഇപ്പോൾ പറയുന്നത് നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്നാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇന്ന് രാവിലെയും ജംഗിപൂരിന് സമീപ പ്രദേശങ്ങളിൽ സംഘർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രഞ്ജിത്ത്, ഇതാണ് വിവരം. മലപ്പുറത്തെ വീട്ടുപ്രസവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. വീട്ടുപ്രസവത്തിനെതിരെ ഇതിനിടെ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി മതസംഘടനാ നേതാക്കളുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും യോഗം വിളിച്ച് മലപ്പുറം ജില്ലാ ഭരണകൂടം. അടുത്ത ബുധനാഴ്ച രാവിലെയാണ് മലപ്പുറം കളക്ടറേറ്റിൽ യോഗം ചേരുക. മതത്തെ മുൻനിർത്തിയുള്ള പ്രഭാഷണങ്ങൾക്കെതിരെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പോലും പ്രതികരിക്കാത്ത സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടം മത സാമുദായിക നേതാക്കളുടെ യോഗം വിളിച്ചു ചേർക്കുന്നത്. മലപ്പുറം ചട്ടിപ്പറമ്പിലെ വീട്ടിലെ പ്രസവവും തുടർന്ന് യുവതി മരിച്ചതുമൊക്കെ വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത്. ഇതിനെതിരെ ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടമൊക്കെ സത്വര ഇടപെടൽ നടത്തുന്നുണ്ട്. നമ്മോടൊപ്പം ചേരുന്നത് മലപ്പുറം ജില്ലാ കളക്ടർ BR വിനോദാണ്. സാറ്, നമ്മുടെ ജില്ലയിൽ ഏറ്റവും അധികം വീട്ടുപ്രസവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് സത്യത്തിൽ വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കണക്ക് തന്നെയാണ് പുറത്തു വന്നത്. ജില്ലാ ഭരണകൂടം ഇനി ഇക്കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും പ്രസവം എന്നുള്ളത് ഗവൺമെൻറ് സെക്ടറിൽ പൂർണ്ണമായും സൗജന്യമായി കിട്ടുന്ന കാര്യമാണ്. അത് മാത്രമല്ല, ഇതോടനുബന്ധിച്ചുള്ള പരിശോധനകൾ, വീട്ടിലേക്കുള്ള ട്രാവൽ, വീട്ടിൽ നിന്നെത്തുക, കുട്ടിക്കുള്ള പരിശോധന, പോഷകാഹാരങ്ങളെല്ലാം സൗജന്യമായി കൊടുക്കേണ്ട സംവിധാനം എല്ലാ സബ് സെൻറ്ററുകളിലും എല്ലാ ചൊവ്വാഴ്ചയും ഗർഭിണികൾക്കുള്ള പരിശോധനയും സംവിധാനങ്ങളൊക്കെ ഗവൺമെൻറ് സെക്ടറിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ആരും വീട്ടിൽ പ്രസവിക്കേണ്ട കാര്യമില്ല. ഇത്തരം സംഭവങ്ങൾ മലപ്പുറം ജില്ലയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ആശങ്കയുള്ള കാര്യമാണ്.
അത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായി മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബോധവൽക്കരണ പരിപാടികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വിവിധ സാംസ്കാരിക നായകരെയും മതം മേലധ്യക്ഷരെയും മെഡിക്കൽ രംഗത്തുള്ളവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 16-ാം തീയതി ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ബോധവൽക്കരണത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഇത്തരത്തിൽ വീടുകളിൽ പ്രസവിക്കുന്നത് കൊണ്ടുണ്ടാകാവുന്ന കോംപ്ലിക്കേഷനെ പറ്റി എല്ലാവരെയും ബോധവൽക്കരിക്കേണ്ടതുണ്ട്. വാക്സിനെതിരായ ഒരു പ്രതിരോധം ഉയർന്നൊരു കാലം ഇപ്പോൾ 5-6 വർഷം മുൻപ് അന്ന് വളരെ ഫലപ്രദമായിട്ടായിരുന്നു ജില്ലാ ഭരണകൂടം ആരോഗ്യവകുപ്പ് ഇത് കൈകാര്യം ചെയ്തത്. ഇതേപോലെ തന്നെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ ഒന്നിച്ച് വിളിച്ചു ചേർത്ത് അവരെ ഇതിൻ്റെ ഒരു പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി അവരിലൂടെ ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. ഇതിലും അതേ ഉദ്ദേശമാണോ, അതേ രീതിയിൽ തന്നെയാണോ നമ്മൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്? അതെ, എല്ലാ വിഭാഗം ജനങ്ങളുടെയും സാംസ്കാരിക നായകരുടെയും മതമേലധ്യക്ഷന്മാരുടെയും വിവിധ മതങ്ങളിലുള്ളവരുടെയൊക്കെ സഹകരണം ആവശ്യമാണ്. അതോടൊപ്പം തന്നെ മെഡിക്കൽ രംഗത്തുള്ളവരും വീടിൽ പ്രസവിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, പ്രസവത്തോടനുബന്ധിച്ച് ഉണ്ടാകാവുന്ന ശരീരത്തിലുണ്ടാകുന്ന ചേഞ്ചസ് അത് കൈകാര്യം ചെയ്യാൻ, എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടാകുമ്പോൾ അത് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ വീടുകളിൽ ഇല്ലാത്തത് അപകടകരമാകും എന്നുള്ളൊരു ധാരണയും എല്ലാവരിലേക്കും എത്തിക്കുന്നതിലൂടെ ഇത് കുറയ്ക്കാൻ സാധിക്കും. അതിന് വലിയ ബോധവൽക്കരണവും നടപടികൾ ആവശ്യമാണെന്ന്. 16-ാം തീയതി എല്ലാവരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് കളക്ടറേറ്റിൽ വെച്ചാണ് യോഗം? കളക്ടറേറ്റിൽ വെച്ചാണ് ഈ യോഗം ചേരാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് ഈ വീട്ടുപ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സന്ദേശങ്ങളൊക്കെ പ്രചരിക്കുന്നത്. അതിനെ അതേ രീതിയിൽ തന്നെ പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യമില്ല. അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ എന്തെങ്കിലും പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു? തീർച്ചയായിട്ടും DMOയുടെ നേതൃത്വത്തിൽ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കൂടുതൽ പ്രചരണ മെറ്റീരിയൽ ഉണ്ടാകുകയും കൂടുതൽ പേരിലേക്ക് എത്തിക്കുകയും ചെയ്യുക. വീട്ടിൽ പ്രസവിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ ഗവൺമെൻറ് സംവിധാനത്തിൽ ഇത് പൂർണ്ണമായും സൗജന്യമാണ്, എല്ലാവിധ സേവനങ്ങളും നൽകുന്നുണ്ട്. ഇനി ഗവൺമെൻറ് സംവിധാനത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും കൂടെ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും. ആശങ്കകൾക്ക് ആവശ്യമില്ല. ഗവൺമെൻറ് സംവിധാനത്തിൽ എല്ലാ മരുന്നുകളും പൂർണ്ണമായും സൗജന്യമാണ് എന്നുള്ളത് എല്ലാവരും. മതവിഭാഗങ്ങളിലുള്ള ആളുകളെയൊക്കെ അറിയിച്ചിരുന്നോ? ഇക്കാര്യം അറിയിച്ചു തുടങ്ങിയോ? അവരൊക്കെ എങ്ങനെയാണ് പ്രതികരണം ലഭിച്ചു തുടങ്ങിയോ? തീർച്ചയായിട്ടും എല്ലാവരും, ആരും തന്നെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഒരു വിഭാഗത്തിലുള്ളവരും പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഒരു സാംസ്കാരിക നായകരും ഇത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ചില ആൾക്കാർ ഇത് രഹസ്യമായി സോഷ്യൽ മീഡിയ വഴിയൊക്കെ പ്രചരിപ്പിച്ചായിരിക്കാം ഒരു പക്ഷേ ഇത് ചെയ്യുന്നത്. അത് പൂർണ്ണമായും തടയുന്നതിന് വേണ്ടി ഉള്ള ഒരു നടപടികൾ ആവശ്യമാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 16-ാം തീയതി കളക്ടറേറ്റ് വിളിച്ചു ചേർത്ത യോഗത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. അതിൽ വിവിധ മത മേലധ്യക്ഷന്മാരും സാമുദായിക സംഘടനകളുടെ പ്രതിനിധികളും സാംസ്കാരിക നായകരും തുടങ്ങി സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ പങ്കെടുക്കും. ഈ ഒരു വീട്ടുപ്രസവം എന്ന അശാസ്ത്രീയമായിട്ടുള്ള സമൂഹത്തിൽ നിന്ന് മാറ്റേണ്ടതായിട്ടുള്ള ആ സംഭവത്തിനെതിരെ ജില്ലാ ഭരണകൂടം ഇപ്പോൾ സത്വര നടപടികളുമായി മുന്നിട്ടിറങ്ങുകയാണ്. അത് ഫലം കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അഖിൽ ഊട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. മലപ്പുറത്ത് ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ഇന്നലെ ന്യൂസ് 18 ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടിക്കെതിരെയാണ് കേസ്. സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം, മാനസിക ശാരീരിക ഉപദ്രവിക്കൽ, നിയമവിരുദ്ധ വിവാഹബന്ധം വേർപെടുത്തൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി. CV അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ്, ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം രാജ്യത്ത് നിയമമുണ്ട്, കുറ്റകരമാണ്. ഇപ്പോൾ അത് പോലീസ് അത്തരത്തിൽ മുന്നോട്ട് പോവുകയാണോ? രഞ്ജിത്ത്, ഇന്നലെ ഇത്തരത്തിൽ ഒരു പരാതി വന്നപ്പോൾ തന്നെ വനിതാ കമ്മീഷനായിരുന്നു ഇവർ പരാതി നൽകിയതായിട്ടുള്ള വിവരമുണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ വനിതാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച വിവരപ്രകാരമാണ് ഇവർക്കെതിരെ, ഈ വീരാൻകുട്ടിക്കെതിരെ ഗാർഹിക പീഡനം, സ്ത്രീധന പീഡനം, മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കൽ, നിയമവിരുദ്ധ വിവാഹബന്ധം വേർപെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. യുവതിയുടെ മൊഴി എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം വനിതാ സെൽ ഈ ഒരു കേസുമായി മുന്നോട്ട് പോകുന്നത്. ഇതിൽ തുടർ നടപടികളൊക്കെല്ലാം ആവുന്നേ ഉള്ളൂ. പ്രാഥമികമായിട്ടുള്ള നടപടികൾക്കാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. നേരത്തെ തന്നെ ജില്ലയിലെ പല പോലീസ് സ്റ്റേഷനുകളിലും മുത്തലാഖുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നിരുന്നു. അന്നെല്ലാം എടുത്തിരുന്ന അതേ വകുപ്പുകൾ പ്രകാരം തന്നെയാണ് ഇപ്പോഴും കേസെടുത്തിട്ടുള്ളത്. എന്താണെങ്കിലും നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. അതാണ് സാഹചര്യം. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശത്തെ പിന്തുണച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ വിഷയത്തിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും നിലപാടുകളെ തള്ളുന്നതായിരുന്നു പിണറായി വിജയന്റെ വാക്കുകൾ. SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ
ഏപ്രിൽ 5 നടത്തിയ വിവാദ മലപ്പുറം പരാമർശം ഇതായിരുന്നു. ഒരു സ്വതന്ത്രമായ ഒരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്കൊന്നുമില്ല. സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് 3 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി എത്തുമ്പോൾ ഇതേക്കുറിച്ച് എന്തു പ്രതികരിക്കുമെന്നതായിരുന്നു മുഖ്യ കൗതുകം. വെള്ളാപ്പള്ളിക്കൊപ്പമാണ് തന്റെ നിലപാടെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം മുഖ്യമന്ത്രി വ്യക്തമാക്കി. എല്ലാ കാലത്തും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ശ്രദ്ധിച്ച ആളാണ് വെള്ളാപ്പള്ളി. പേരു പറഞ്ഞില്ലെങ്കിലും മുസ്ലിം ലീഗിനെ ലക്ഷ്യമിട്ട് വെള്ളാപ്പള്ളി പറഞ്ഞത് അവർ വിവാദമാക്കുകയായിരുന്നു. ഇത്തരം പരാമർശം നടത്തുമ്പോൾ വെള്ളാപ്പള്ളി ശ്രദ്ധിക്കണം. കാരണം ഏതിനെയും വക്രീകരിക്കുന്ന കാലമാണിത്, മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. എല്ലാ ഘട്ടത്തിലും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് നിർഭാഗ്യകരമായ ചില വിവാദങ്ങൾ ഉയർന്നു വന്നു. എന്നാൽ വെള്ളാപ്പള്ളി അറിയാവുന്നവർക്കെല്ലാം അറിയാം, അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന് എതിരായി നിലപാട് സ്വീകരിച്ച ചരിത്രമുള്ളയാണ് എല്ലാവരും. എല്ലാ കാലത്തും വിവിധ മതങ്ങളുമായി യോജിച്ചുകൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വ്യക്തിപരമായി തന്നെ നേതൃത്വം വഹിച്ച ഒരാളാണ് വെള്ളാപ്പള്ളി എന്ന് നമുക്കറിയാം. അപ്പോ എന്നാലും ചില തെറ്റിദ്ധാരണകൾ പരത്താനുള്ള അവസരം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിന്റെ ഭാഗമായി വന്നു. അതാണ് നമ്മുടെ നാട്ടിൽ തിരിച്ചറിയണം, അത് മനസ്സിലാക്കാനാവണം. അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും അവധാനതയും വെള്ളാപ്പള്ളി പുലർത്തേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള കുറവ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നു എന്നുള്ളതുകൊണ്ടല്ല. ഇതാണ് നാട്. എന്തിനേയും വക്രീകരിക്കാൻ നോക്കുന്ന കാലം, ഏതിനേയും തെറ്റായി ചിത്രീകരിക്കാൻ നോക്കുന്ന കാലം. അദ്ദേഹം തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞ കാര്യമാണ് അത്. ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക വിരോധമോ രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക മമതയോ വെച്ചുകൊണ്ട് പറഞ്ഞ കാര്യമല്ല. നിലവിലുള്ള യാഥാർത്ഥ്യം വെച്ചൊരു കാര്യം പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടിക്കെതിരായിരുന്നു. ആ രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവരെല്ലാം കൂടി അപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അത് മനസ്സിലുള്ള കാര്യം മാത്രമാണ് പറയാനുള്ളത്. ഒരേ സമയം പാർട്ടി ജനറൽ സെക്രട്ടറിയുടെയും സംസ്ഥാന സെക്രട്ടറിയുടെയും നിലപാടുകളെ കൂടിയാണ് പിണറായി തള്ളിയത്. മുസ്ലിം വിരുദ്ധത രൂപപ്പെടുത്താനുള്ള ശ്രമമാണിതെന്നായിരുന്നു MV ഗോവിന്ദൻ വെള്ളാപ്പള്ളിയുടെ പരാമർശത്തോട് പ്രതികരിച്ചത്. തള്ളിക്കളയേണ്ടതെന്നായിരുന്നു പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം. ഇപ്പം ഇറക്കിയ പ്രസ്താവന ഒരു തരത്തിൽ നമുക്ക് യോജിക്കാൻ കഴിയുന്നതല്ല, നമ്മൾ തള്ളിക്കളയേണ്ടതാണ്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള പ്രസ്താവനകളെ അവഗണിക്കാൻ തക്ക പക്വത കേരളീയ സമൂഹത്തിനുണ്ട് എന്നുള്ള ഉറപ്പുകൊണ്ടായിരിക്കും അദ്ദേഹം തന്നെ ഈ പ്രസ്താവന പുറപ്പെടുവിച്ചുണ്ടാകുക. ഞാനിങ്ങനൊന്നും പറഞ്ഞതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ ഒരു പക്ഷേ അറിയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. SNDP യൂണിയന്റെ പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിൽ പിണറായി നടത്തിയ പരാമർശത്തിന് തുടർഭരണം കിട്ടുമെന്ന ആശംസയായിരുന്നു വെള്ളാപ്പള്ളിയുടെ മറുപടി. നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഗണിക്കാനും നടപടികൾ, ആത്മാർത്ഥമായ ഇടപെടലുകൾ അദ്ദേഹം നടത്താറുണ്ട്. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ ശ്രീ പിണറായി വിജയൻ തന്നെ ഭരണ തുടർച്ചയിലേക്ക് എത്താനുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. 3ാം വട്ടവും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. സർക്കാരിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാറിന്റെ വിമർശനം. നവോത്ഥാന നേട്ടങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നും പുന്നല ശ്രീകുമാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നും മുഖ്യമന്ത്രിയുടെ മറുപടിയും അതേ വേദിയിൽ ഉണ്ടായി. പിന്നോക്ക വോട്ടുകൾ പാർട്ടിയിലേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ 2 പരിപാടികളിലാണ് ഇന്നലെ മുഖ്യമന്ത്രി ആലപ്പുഴയിൽ പങ്കെടുത്തത്. SNDP യൂണിയന്റെയും KPMSന്റെയും. SNDP പരിപാടിയിൽ വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പരാമർശത്തെ പിന്തുണച്ച മുഖ്യമന്ത്രി KPMS വേദിയിൽ ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാറിന്റെ വിമർശനത്തിന് മറുപടി നൽകി. സ്വാഗത പ്രസംഗത്തിലായിരുന്നു KPMS ജനറൽ സെക്രട്ടറിയുടെ വിമർശനം. സംസ്ഥാനത്ത് അന്ധവിശ്വാസവും അനാചാരവും വ്യാപിക്കുകയാണെന്നും നവോത്ഥാന കാഴ്ചപ്പാടിനെ കൈവിട്ടതാണ് ഇതിന് കാരണമെന്നും പുന്നല ശ്രീകുമാർ. ഞങ്ങൾക്ക് വിനയാന്വിതമായി പറയാനുള്ളത്, നവകേരളം നവോത്ഥാന മൂല്യങ്ങളുടെ അടിത്തറയിലാവണം കേരളത്തിൽ സൃഷ്ടിക്കേണ്ടുന്നത്. അത് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ മുമ്പെങ്ങും കണ്ടില്ലാത്ത തരത്തിലുള്ള ജീർണതകൾ നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ മാത്രം കണ്ടിരുന്ന
ആൾക്കൂട്ട വിചാരണയും ദുരഭിമാനത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങളും അന്ധവിശ്വാസവും ആഭിചാര പ്രവർത്തനങ്ങളും എല്ലാം നമ്മുടെ നാട്ടിൽ അരങ്ങുവാഴുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായി ലഹരിയും. ഇതെല്ലാം പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ്. പുന്നലയുടെ വിമർശനത്തിന് പേരെടുത്തു പറഞ്ഞുള്ള മറുപടിയോടെയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം തുടങ്ങിയത്. ഇവിടെ KPMS ജനറൽ സെക്രട്ടറി ബഹുമാനായ പുന്നല ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ സ്വാഗത ഭാഷണം നീണ്ടുപോയി എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ നീണ്ടുപോയി ഒന്നല്ല അത്. കാരണം സമ്മേളനം നടത്തുന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറിക്ക് സംഘടനയുമായും സമ്മേളനവുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വാഭാവികമായും അവതരിപ്പിക്കാനുണ്ടാകും. അതാണ് അദ്ദേഹം ചെയ്തത്. അതൊരു നീണ്ടുപോകലായി കണക്കാക്കുന്നില്ല. എന്നാൽ ഞങ്ങൾ കുറേ പേർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരെല്ലാവരും അതേപോലെ ദീർഘമായി സമയമെടുത്താൽ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിലാവും. അപ്പോൾ അത് കണക്കാക്കി ഞങ്ങളെല്ലാവരും ഔചിത്യം കാണിച്ച് ഉള്ള ഒരു സമയമെടുക്കാമെന്നാണ് കരുതുന്നത്. സംസ്ഥാന സർക്കാർ രൂപം കൊടുത്ത നവോത്ഥാന സമിതിയുടെ കൺവീനർ സ്ഥാനത്തു നിന്നും പുന്നല ശ്രീകുമാർ മാറിയതിനെ വിമർശിച്ച മുഖ്യമന്ത്രി അവസരവാദ നിലപാട് ഉണ്ടാകരുതെന്നും ഓർമ്മിപ്പിച്ചു. ശ്രീ പുന്നല നമ്മുടെ ജനങ്ങൾക്കുണ്ടായ എന്തോ ഒരു തെറ്റായ നിലപാടിൻ്റെ ഭാഗമായി വരുന്നതാണ് എന്നാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. എൻ്റെ വിനീതമായ അഭിപ്രായം അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. നമ്മുടെ നാട്ടിൽ ഈ ഒരവസ്ഥ മാറണം എന്ന് ചിന്തിക്കുന്നൊരു വിഭാഗം, അതിനുവേണ്ടി എല്ലാ തരത്തിലുള്ള ഗൂഢപ്രവൃത്തികളിലും ഏർപ്പെടുന്ന നില വരുന്നു. അത് നമ്മൾ കാണാതിരിക്കുന്നുവെങ്കിൽ നമുക്ക് എന്തിനെതിരെയാണോ നിലപാട് സ്വീകരിക്കേണ്ടത് ആ നിലപാട് കൃത്യമായി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലടക്കം പാർട്ടി വോട്ട് ബാങ്കിലുണ്ടായ ചോർച്ച പരിഹരിക്കുക എന്ന ലക്ഷ്യത്തിൽ കൂടിയാണ് ഇരു വിഭാഗത്തിന്റെയും പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്തത്. ന്യൂസ് 18 ആലപ്പുഴ. മുന്നണികൾക്ക് വെല്ലുവിളിയുമായി രാഷ്ട്രീയ മുന്നേറ്റത്തിന് തയ്യാറെടുത്ത് പട്ടികജാതി പട്ടികവർഗ സംയുക്ത സമിതി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമാക്കിയാണ് സംസ്ഥാനത്തെ ദളിത് സംഘടനകൾ ഒന്നിക്കുന്നത്. മെയ് 3 കോട്ടയത്ത് ചേരുന്ന സംഘടനകളുടെ സംയുക്ത യോഗത്തിന് ശേഷം രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തുമെന്ന് SC/ST സംയുക്ത സമിതി ചെയർമാൻ L. രമേശ് ന്യൂസ് 18നോട് പ്രതികരിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. അധികാരത്തിൽ തുല്യ പങ്കാളിത്തമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ 72 ദളിത് സംഘടനകൾ സംയുക്തമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിന് തയ്യാറെടുക്കുന്നത്. ഒരു മുന്നണിയോടും പ്രത്യേക താൽപര്യമില്ലെന്നും അധികാര പദവികൾ തന്നെയാണ് ലക്ഷ്യമെന്നും SC/ST സംയുക്ത സമിതി ചെയർമാൻ L. രമേശ്. കേരളത്തിൽ ഞങ്ങൾ 50 ലക്ഷത്തിന് മുകളിൽ ആളുകളുണ്ട് കേരളത്തിൽ. ഈ ആളുകൾക്കാണ് ഈ നീതി ലഭിക്കാത്തത്. ഞങ്ങളൊരു നിർണായക ശക്തിയാണ് കേരളത്തിൽ. അപ്പോൾ ആ ശക്തിയെയും കൂട്ടായ്മയും ഒരുമിച്ച് കൊണ്ടുവന്നുള്ള വലിയ പോരാട്ടമാണ് ഞങ്ങളിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ 10-200 ജില്ലാനും കോർപ്പറേഷനുണ്ട്. സംവരണം പോലെ പട്ടികജാതി വികസന കോർപ്പറേഷൻ മാത്രം ഒരെണ്ണം കൊടുക്കും. വേറെ ഒരു കോർപ്പറേഷനിലും ഈ ഭാഗത്ത് പരിഗണിക്കില്ല. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും അദ്ദേഹം പരോക്ഷ വിമർശനം ഉന്നയിച്ചു. ദളിത് കോൺക്ലേവ് നടത്തിയത് കൊണ്ട് മാത്രമായില്ലെന്നും പാർട്ടി പുനഃസംഘടനയിലും ദളിത് വിഭാഗങ്ങൾക്ക് അർഹമായ പരിഗണന നൽകാൻ നേതൃത്വം തയ്യാറാകണമെന്നും വിമർശനം. കോൺക്ലേവ് സംഘടിപ്പിച്ച ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വ നിരയൊന്ന് പരിശോധിക്കാം. ഒരു ബ്ലോക്ക് പ്രസിഡന്റ് പോലും 282 ബ്ലോക്ക് പ്രസിഡന്റുമാരെ നിശ്ചയിച്ചപ്പോൾ ഒരു പട്ടികജാതിക്കാരനെ പോലും പരിഗണിച്ചില്ല. ജില്ലാതലത്തിലോ സ്റ്റേറ്റ് തലത്തിലോ ഈ പട്ടികജാതി വിഭാഗത്തെ പരിഗണിക്കുന്ന കാര്യം ചുരുക്കമാണ്. സംസ്ഥാനത്തെ ജനസംഖ്യയുടെ 15% വരുന്ന ദളിത് വിഭാഗങ്ങൾ പാർട്ടി രൂപീകരണത്തിന്റെ പേരിൽ കൈകോർത്താൽ മുന്നണികൾക്ക് ചങ്കിടിപ്പുണ്ടാക്കുന്ന സമ്മർദ്ദശക്തിയായി അത് മാറുമെന്നാണ് സമിതിയുടെ പ്രതീക്ഷ. വരുന്ന 27 തൃശൂരിലും മെയ് 3 കോട്ടയത്തും ചേരുന്ന സംയുക്ത സമ്മേളനങ്ങൾക്ക് പിന്നാലെ പാർട്ടി പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18
തിരുവനന്തപുരം. IAS ചേരിപ്പോരിൽ വീണ്ടും പരിഹാസ പോസ്റ്റുമായി N. പ്രശാന്ത് IAS. ആരോപണങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ IAS ഉദ്യോഗസ്ഥൻ എങ്ങനെ പെരുമാറണമെന്ന് പരിഹാസപൂർവ്വം വിവരിക്കുന്ന പോസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. ഗോഡ് ഫാദർ ഇല്ലാത്തവർക്ക് ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് പോസ്റ്റിൽ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം 16-ന് ഹിയറിംഗിന് പ്രശാന്ത് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. ഹിയറിംഗിന്റെ ഓഡിയോ വിഷ്വൽ റെക്കോർഡിംഗ് നടത്തണമെന്നും ലൈവ് സ്ട്രീമിംഗ് വേണമെന്നും പ്രശാന്ത് ആവശ്യപ്പെട്ടെങ്കിലും ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ കഴിഞ്ഞ ദിവസം ഈ ആവശ്യം നിരസിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയ പോസ്റ്റ്. ബ്യൂറോക്രാറ്റുകൾ പരസ്യമായ നിലപാടുകൾ പ്രകടിപ്പിക്കുന്നത് സിവിൽ സർവീസ് ചട്ടത്തിന് വിരുദ്ധമാണെന്ന് ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ ന്യൂസ് 18നോട്. വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് ബ്യൂറോക്രാറ്റുകൾക്ക് പരിമിതികളുണ്ട്. പരസ്യമായി ഇത്തരം നിലപാടുകൾ പ്രകടിപ്പിക്കരുതെന്നാണ് ചട്ടമെന്നും ചീഫ് സെക്രട്ടറി പ്രതികരിച്ചു. ബ്യൂറോക്രാറ്റുകൾക്ക് തുറന്നു പറയാൻ പാടുമോ, തുറന്നു പറയാൻ പാടില്ലേ, എപ്പോഴും മിണ്ടാതിരിക്കണോ എന്നുള്ള വിഷയമൊക്കെ ആ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അങ്ങനെയുണ്ടോ? ബ്യൂറോക്രാറ്റുകൾ ഒന്നും പറയാൻ പാടില്ല, അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ പാടില്ല, റെസ്ട്രിക്റ്റഡ് ആണ്, അങ്ങനെ ഒരു സാധനമുണ്ടോ? സോ സർക്കാർ സർവീസിൽ കയറുമ്പോൾ നമ്മളിൽ നിന്ന് ഇത് ഒന്ന് ഒരു അൺറിട്ടൺ കോഡ് ഉണ്ട്, 2 റിട്ടൺ കോഡ് തന്നെയുണ്ട്. ഇപ്പോൾ റിട്ടൺ കോഡ് ഇത് വരുമ്പോഴത്തേക്കും കാരണം ഒരു പെർമനൻറ്റ് ബ്യൂറോക്രസിയാണ്. പല രാജ്യങ്ങളിലും ഈ ബ്യൂറോക്രസി ഗവൺമെൻറ്റിൻ്റെ പൊളിറ്റിക്കൽ കളറിനൊപ്പം ബ്യൂറോക്രസി മാറും. നമുക്ക് അങ്ങനെയല്ല, നമ്മുടെ ബ്യൂറോക്രസി പെർമനൻ്റ് ആണ്. അതിൻ്റെ അകത്ത് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇപ്പം അവിടെ ഇത് വരുന്ന ഒരു സങ്കല്പം എന്ന് പറയുന്നത് ദ ബ്യൂറോക്രാറ്റ് ഈസ് കളർലെസ്. ഇപ്പം നമ്മുടെ ഇതിൻ്റെ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ നിറം ചുവപ്പാണെങ്കിൽ ചുവപ്പ്, പച്ചയാണെങ്കിൽ പച്ച, സാഫ്രൺ ആണെങ്കിൽ സാഫ്രൺ. ഇത് ഏത് നിറത്തിലും പ്രവർത്തിക്കാൻ പറ്റുന്ന ഓഫീസറായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണലും നമ്മുടെ ഔദ്യോഗികവും പൂർണ്ണമായിട്ടും സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബ്യൂറോക്രാറ്റിൻ്റെ പേഴ്സണൽ വ്യൂസ് ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പാടില്ല. ഒരു നല്ല ഓഫീസർ ക്വിൻറ്റസെൻഷ്യൽ ഇതായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓഫീസർ. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത വേറെയാണ്. ഓഫീസർ എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ആളുകളുണ്ടാകും, പലതരത്തിലുള്ള പേഴ്സണൽ വ്യൂ പോയിൻറ്റ്സ് ഉള്ളവർ ഉണ്ടാകും. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് എ ബ്യൂറോക്രാറ്റ് നോട്ട് ടു സ്പീക്ക്. നമ്മുടെ വ്യൂസ്, ബ്യൂറോക്രാറ്റിൻ്റെ വ്യൂസ് പ്രൈവറ്റ് ഇതായിട്ട് യുവർ വ്യൂസ് ക്യാൻ ബി വെരി ഓപ്പൺലി നമുക്ക് ചർച്ച ചെയ്യാൻ, ഡിബേറ്റ് ചെയ്യാം. പക്ഷേ പബ്ലിക് ഇതിൻ്റെ അകത്ത് സർക്കാരിന് ഇത് ചെയ്യുന്ന നിലപാടുകളൊന്നും എടുക്കാൻ ബ്യൂറോക്രാറ്റ് that is not bureaucratന്റെ ജോലി is to explain government policy. സംസ്ഥാനത്ത് പരക്കെ മഴ. പുലർച്ചെ മുതൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും കനത്ത മഴയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് മുതൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. കാപ്പിൽ മുതൽ പൂവാർ വരെയുള്ള തീരത്താണ് അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് വിവരം. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ മറ്റന്നാൾ രാവിലെ 11:30 വരെയാണ് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൊല്ലത്ത് ശക്തമായ മഴയിൽ ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കൊട്ടിയത്താണ് വെള്ളക്കെട്ട്. വാഹനങ്ങൾ കുടുങ്ങി. റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ അസാധാരണമായ രീതിയിലാണ് ഇപ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. എസ് വിനീഷ് ഉണ്ട്. വിനീഷ്, ദൃശ്യങ്ങൾ കാണാം. KSRTC ബസ് അടക്കം കുടുങ്ങിയിരിക്കുകയാണ്. എന്താണ് വിവരം? രഞ്ജിത്ത്, ശക്തമായ മഴയായിരുന്നു. മഴയില് ആണ് ഇത്തരത്തിൽ ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. NH-ലാണ്. നമുക്കറിയാം, NH-ൽ ഇപ്പോൾ നിർമ്മാണം നടന്നു വരികയാണ്. അപ്പോൾ ഈ വെള്ളം ഒഴുകിപ്പോവാൻ ഉള്ളൊരു സംവിധാനം അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ഓടകളെല്ലാം അടഞ്ഞൊരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് രൂക്ഷമായ വെള്ളക്കെട്ടാണ് ഇപ്പോൾ അവിടെ രൂപപ്പെടുന്നത്. വാഹനങ്ങളെല്ലാം കടന്നു വരാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ഒരു 60 ബസ്സാണ് ഇവിടേക്ക് വരുന്ന 60 ബസ്സിൽ ആൾക്കാർ കുടുങ്ങിയ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. പക്ഷെ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തുകയും സുരക്ഷിതമായിട്ട് യാത്രക്കാരെ ബസ്സിൽ നിന്ന് മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അവിടെ നിന്നും ഈ വെള്ളം ഒഴുകി കളയുന്നതിനുള്ള ഒരു ക്രമീകരണങ്ങളാണ് ഇപ്പോൾ അവിടെ ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. എന്തായാലും മഴ ഇനിയും ശക്തമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ
വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാഹചര്യം കൂടുതലും ഉണ്ടാവാനുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും രഞ്ജിത്ത്, മഴ കനക്കുന്നതോടുകൂടി ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ ജനജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. കൊട്ടിയത്താണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ അത് കാണാം. KSRTC ബസ്സടക്കം കുടുങ്ങിയിരിക്കുകയാണ്. ഫയർഫോഴ്സിന്റെയും മറ്റും സേവനം ഇപ്പോൾ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മലപ്പുറം എടപ്പാളിൽ കാർ പിന്നോട്ടെടുക്കവേ ദേഹത്തു കയറി ഇറങ്ങി 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മഠത്തിൽ വീട്ടിൽ ജാബിറിന്റെ മകൾ അമ്രു ബീൻ ജാബിറാണ് മരിച്ചത്. ജിഷാദ് ചേരുകയാണ്. ജിഷാദ്, എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, എടപ്പാളിൽ വാഹനാപകടത്തിലാണ് 4 വയസ്സുകാരിക്ക് ദാരുണ അന്ത്യം സംഭവിച്ചിട്ടുള്ളത്. വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറ് പിറകോട്ടെടുത്തപ്പോൾ അബദ്ധത്തിൽ കുഞ്ഞിന്റെ ദേഹത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. എടപ്പാൾ മടത്തൽ വീട്ടിൽ ജാബിറിന്റെ മകൾ അമ്രു ബിന്ദാണ് ഇന്നലെ മരിച്ചത്. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന 2 പേർ, അതായത് സിത്താര, സുബൈദ എന്നീ 2 സ്ത്രീകൾക്കും വീട് മുറ്റത്തു നിന്നിരുന്ന ബന്ധുവായ സ്ത്രീക്കും പരിക്കേറ്റിട്ടുണ്ട്. ഈ സ്ത്രീയുടെ, അതായത് മുറ്റത്തു നിന്നിരുന്ന സ്ത്രീയുടെ പരിക്ക് ഗുരുതരമാണ്. മുറ്റത്ത് കുഞ്ഞിനോടൊപ്പം ബന്ധുവായ സ്ത്രീ നിൽക്കുകയായിരുന്നു. ഇവരെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ അപകടം പറ്റിയ വണ്ടി ഓട്ടോമാറ്റിക് കാറാണ്. കാറ് 2 സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. കാറ് പിറകോട്ട് എടുക്കുന്നതിനുള്ള വേഗത്തിൽ വന്ന് മുറ്റത്ത് നിൽക്കുകയായിരുന്ന കുട്ടിയുടെയും സ്ത്രീയുടെയും മേത്ത് ഇടിക്കുകയായിരുന്നു. 4 വയസ്സുകാരുടെ ദേഹത്തിലൂടെ കാറ് കയറി ഇറങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായി. സമീപത്ത് നിൽക്കുന്ന സ്ത്രീയെയും കാർ ഇടിച്ചു. അതുപോലെ തന്നെ അപകടമുണ്ടായ ഉടനെ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് ബോഡി വിട്ടു നൽകും. രഞ്ജിത്ത്, ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. മടത്തിൽ വീട്ടിൽ ജാബിറിന്റെ മകൾ അമ്രുബീൻ ജാബിറാണ് കാറ് പുറകോട്ടെടുത്തപ്പോൾ മരിച്ചത്. വയനാട് പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ന് തുടങ്ങും. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമി ഇന്നലെ സർക്കാർ ഏറ്റെടുത്തിരുന്നു. ഹൈക്കോടതി ഉത്തരവ് വന്ന് മണിക്കൂറുകൾക്കകമായിരുന്നു ഏറ്റെടുക്കൽ. കളക്ടറും ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമാണ് എസ്റ്റേറ്റിലെത്തി നോട്ടീസ് പതിച്ച് ഔദ്യോഗികമായി ഭൂമി ഏറ്റെടുത്തത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 17 കോടി രൂപ സർക്കാർ കോടതിയിൽ കെട്ടിവെച്ചു. എസ്റ്റേറ്റ് ഉടമകൾ സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങുന്ന സാഹചര്യത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ നടപടി ഉണ്ടായത്. സ്വർണ്ണവില റെക്കോർഡിൽ പവന് 70,000 രൂപ കടന്നു. ഒരു പവന് 70,160 രൂപയാണ് വില. ഗ്രാമിന് വില 8,770 തുടർച്ചയായ 4ാം ദിവസമാണ് സ്വർണ്ണവില വർദ്ധിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിലാണ് സ്വർണം ഉള്ളത്. എറണാകുളത്ത് അഭിഭാഷകരും മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്ത് പോലീസ്. പോലീസിനെ മർദ്ദിച്ചതിന് കണ്ടാൽ തിരിച്ചറിയുന്ന വിദ്യാർത്ഥികളും അഭിഭാഷകരുമായ 10 പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, കൂടുതൽ കേസുകളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? രഞ്ജിത്ത്, 4 FIR ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 10 വിദ്യാർത്ഥികൾക്കെതിരെ, അതായത് കണ്ടാൽ തിരിച്ചറിയുന്ന 10 വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വ്യാഴാഴ്ച രാത്രിയോട് തന്നെ അഭിഭാഷകർ ഈ കോടതി വളപ്പിലെ ക്യാന്റീനിൽ അഭിഭാഷകർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകരായ വിദ്യാർത്ഥികൾ അവിടെ എത്തി ഭക്ഷണം കഴിച്ചതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത തർക്കമാണ് ഇപ്പോഴും തുടരുന്നത്. ശരിക്കും അതൊരു തെരുവ് യുദ്ധം പോലെ തന്നെയായി മാറിയിട്ടുണ്ട്. കാരണം ആയുധങ്ങളും കല്ലേറും കുപ്പിയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ആക്രമണം ഉണ്ടായത്. അതേ തുടർന്ന് ഇന്നലെ ഉച്ചയോടുകൂടി മഹാരാജാസിലേക്ക് മലയാളം വിഭാഗത്തിലേക്ക് കുപ്പി വലിച്ചെറിയുകയും ക്ലാസ് മുറിയിലേക്ക് കുപ്പി വലിച്ചെറിയുകയും അതേ തുടർന്ന് പിന്നീട് വിദ്യാർത്ഥികളും അഭിഭാഷകരും തമ്മിൽ പ്രശ്നമുണ്ടാവുകയും ചെയ്തതാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയായിരുന്നു ഈ പ്രശ്നങ്ങൾക്ക് തുടക്കമുണ്ടായത്. അത് ഇന്നലെ ഉച്ചയോടുകൂടി സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയും അത് അഭിഭാഷകരും ഇവരും തമ്മിൽ വലിയ പ്രശ്നമാവുകയും ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സംഘർഷമുണ്ടായി. അതുപോലെ തന്നെ ആയുധങ്ങൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതേ തുടർന്നാണ് സെൻട്രൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. 4 FIR ആണ് ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ളത്. വിദ്യാർത്ഥിനികൾക്കെതിരെ ഇവരുടെ നേരെ ആക്രമണമുണ്ടായി എന്നുള്ള തരത്തിലുള്ള പരാതികളും SFI പ്രവർത്തകർ നൽകിയിട്ടുണ്ട്.
അത് മാത്രമല്ല വനിതാ അഭിഭാഷകർക്കെതിരെയും ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടായി എന്നുള്ള പരാതിയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും സംഘർഷം കൂടുതൽ ശക്തമാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന 10 വിദ്യാർത്ഥികൾക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. വിദ്യാർത്ഥികൾ തന്നെയാണ് പ്രകോപനം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് അഭിഭാഷകരുടെ പരാതി. ആജ്ഞയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എരുമേലിയിൽ വീടിന് തീപിടിച്ച് മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. കനകപ്പാലം സ്വദേശി സത്യപാലൻ, ഭാര്യ സീതമ്മ, മകൾ അഞ്ജലി എന്നിവരാണ് മരിച്ചത്. മകളുടെ പ്രണയം അംഗീകരിക്കാതെ വന്നതോടെ സീതമ്മ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയെന്നാണ് സൂചന. ഗുരുതരമായി പരിക്കേറ്റ മകൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൊടുപുഴയിലെ വ്യവസായി ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. 1-ാം പ്രതി ജോമോന്റെ ബന്ധു കൂടിയായ ഉപ്പുതറ സ്വദേശി യെബിൻ തോമസ് ആണ് പിടിയിലായത്. ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. കൊലപാതകത്തിന് ശേഷം ജോമോൻ പുതിയ ഫോൺ വാങ്ങാനായി യെബിൻ പണം കൈമാറി. കൊലപാതകം അറിഞ്ഞിട്ടും യെബിൻ മറച്ചുവെച്ചെന്നും പോലീസ്. ജോമോന്റെ ബിസിനസ് പങ്കാളി കൂടിയാണ് യെബിൻ. എറണാകുളത്തെ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഡോക്ടർക്കെതിരെ കേസ്. 35-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. ആസ്റ്റർ മെഡിസിറ്റിയിലെ ഡോക്ടർ രാംകുമാറിനെതിരെ ചേരാനല്ലൂർ പോലീസ് കേസ് എടുത്തു. ആജ്ഞ ചേരുകയാണ്. ആജ്ഞ, എന്താണ് സംഭവം? രഞ്ജിത്ത്, കഴിഞ്ഞ 10-ാം തീയതിയാണ് ചികിത്സ തേടി ഈ യുവതി ആസ്റ്റർ മെഡിസിറ്റിയിൽ എത്തിയത്. 35-കാരിയാണ്. അതേസമയം ഈ ഡോക്ടർ രാംകുമാറിനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. യുവതി ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് എത്തിയപ്പോൾ യുവതിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു, ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച യുവതിയെ വട്ടം പിടിച്ച് ചുംബിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് യുവതി നൽകിയിരിക്കുന്ന പരാതി. ഇതുമായി ബന്ധപ്പെട്ട ചേരാനല്ലൂർ പോലീസ് ഡോക്ടർ രാംകുമാറിനെതിരെ കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 10-ാം തീയതിയാണ് സംഭവം. തുടരന്വേഷണം നടക്കുന്നതേയുള്ളൂ. എന്തായാലും ഡോക്ടർക്കെതിരെ ചേരാനല്ലൂർ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് നിന്നാണ് ഒരു പീഡന പരാതി. ഡോക്ടർ രാംകുമാർ, ആസ്റ്റർ മെഡിസിറ്റിയിലെ ഡോക്ടർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മഹേന്ദ്ര സിംഗ് ധോണി നായകനായി തിരിച്ചെത്തിയ മത്സരത്തിൽ തകർന്നടിഞ്ഞ് ചെന്നൈ സൂപ്പർ കിങ്സ്. 8 വിക്കറ്റിന്റെ ദയനീയ തോൽവിയാണ് ടീം ഏറ്റുവാങ്ങിയത്. ചെന്നൈ ഉയർത്തിയ 104 റൺസ് വിജയലക്ഷ്യം 10.1 ഓവറിൽ 2 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി കൊൽക്കത്ത മറികടന്നു. 3 വിക്കറ്റും 44 റൺസും എടുത്ത സുനിൽ നരൈനാണ് കൊൽക്കത്തയ്ക്കായി തിളങ്ങിയത്. 6 മത്സരങ്ങളിൽ നിന്ന് 1 ജയം മാത്രമാണ് ചെന്നൈക്ക് സ്വന്തമാക്കാനായത്. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സുമായി അപർണ ചേരും.